ഹലോ ഗൈസ്, ഇത് ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആയിരുന്നേ. ശനിയാഴ്ച ഞങ്ങൾക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇത് നീരാഞ്ജനം എടുക്കാൻ പോകും. അപ്പം വേഗം ലൈവൊക്കെ കട്ടാക്കി പിന്നെ കിച്ചണിൽ വന്ന് കുറച്ച് കിച്ചണൊക്കെ അലങ്കോലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഇത് ചായ വെച്ചു. ഞങ്ങൾ ഗ്രീൻ ടീ ആണ് കുടിക്കാറ് ഇപ്പം. അപ്പോൾ അതൊക്കെ വെച്ച് അപ്പോഴാണ് ഏട്ടൻ ഈ പൊറോട്ടയും ബീഫുമായിട്ട് വന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് അപ്പം കഴിച്ചില്ല, അവിടെ എടുത്ത് വെച്ച് ആ സമയത്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്നു. വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ തോന്നിയില്ല, അമ്പലത്തിൽ പോയല്ലേ, ഇത് കഴിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ, അപ്പോൾ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച്. പിന്നെ വേഗം പോയി കുളിച്ച് വന്ന് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. ഞാൻ പോയില്ലെങ്കിൽ ഏട്ടൻ പോവും നീരാഞ്ജനം എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം എടുത്താൽ നല്ലതാണെന്നാണ് പറയുക, നമ്മുടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെയാണ് പറയുക. ഏട്ടന് ഭയങ്കര വിശ്വാസമായിട്ട് അവിടെ കമ്മിറ്റിയിലെ അംഗമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ദേ കുളിച്ച് നനഞ്ഞ കോഴിയായി ഞാൻ വന്നിട്ടുണ്ട്. മുടിയൊക്കെ നന്നായിട്ട് നനഞ്ഞു, പൊട്ടിക്കിടക്കുന്നുണ്ട് മുഖമൊക്കെ. അങ്ങനെ ദേ വന്ന് ഞങ്ങൾ പോവാണേ. അമ്പലത്തിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങൾ അമ്പലം. ഞങ്ങൾ ഗുരുമന്ദിരം എന്നാണ് പറയുക. അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എല്ലാ ദൈവങ്ങളും ഉണ്ട്, ഗണപതിയൊക്കെ ഉണ്ട്, ഗണപതി ദേവി എല്ലാം ഉണ്ട്, പിന്നെ ഗുരുദേവനുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. അവിടെ നീരാഞ്ജനം എടുക്കുന്നതാണ് കേട്ടോ. അവിടെ എടുത്തവരുടെയാണ് ആ വിളക്കുകൾ കാണുന്നത്. ഒരു താലം കണ്ടില്ല, അത് ഇതാണ് ഞങ്ങളുടെ ശാന്തി, മീകാലാൽ ശാന്തി. പുള്ളി ഞങ്ങളായിട്ട് ഭയങ്കര കൂട്ടാണ്. ഏട്ടൻ എപ്പോഴും ഇവിടെ തന്നെയാണ് ഉണ്ടാവും, ഈ അമ്പലമായിട്ട് വിട്ടിട്ട് ഒരു കളിയില്ല ഏട്ടന്. ഇതാണ് ഞങ്ങൾ അയ്യപ്പൻ കണ്ടോ. നീരാഞ്ജനം എടുത്തവർ അവർ താലം കൊണ്ട് വെച്ചതാണിത്. അങ്ങനെ ഏട്ടന് ഷീട്ടാക്കാൻ പോയതാണ് നീരാഞ്ജനത്തിന്. 50 രൂപ കേട്ടോ ഒരു നീരാഞ്ജനത്തിന്. ഷീട്ടാക്കാൻ പോയി. ഞാൻ പ്രാർത്ഥിച്ച്, വെട്ടമില്ലായിരുന്നു അവിടെ, അപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇതാ ഞങ്ങളെ ഗണപതി കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങൾ കൊടുത്തതായി ഗണപതിയുടെ വിഗ്രഹം. ഞങ്ങൾ ഈ അമ്പലം പുനഃപ്രതിഷ്ഠയ്ക്കുള്ള സമയത്ത് ഗണപതിയെ മാറ്റി പ്രതിഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വകയായിരുന്നു ഗണപതിയുടെ വിഗ്രഹം. ഇങ്ങനെ ഒരു അടുത്ത പ്രതിഷ്ഠാ സമയത്ത് ഞങ്ങൾ ഗണപതിക്ക് അങ്കി കൊടുത്തു, മുഖത്ത് വയ്ക്കത്തില്ലേ, അതും കൊടുത്തു. നമ്മുടെ ശാന്തി പൂജ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് താലം കൊണ്ടുവന്ന് തന്നു. ഞാൻ 4 തവണയാണ് കേട്ടോ പ്രദക്ഷിണം വയ്ക്കുക ഈ നീരാഞ്ജനത്തിന്. 4 തവണ പ്രദക്ഷിണം വെച്ച് വന്നിട്ട് നമുക്ക് പിന്നെ ഇത് തരും, പ്രസാദം തരും. അത് ഇതായിരിക്കും, എന്താണെന്നറിയോ, എള്ള് പ്രസാദം കണ്ടില്ലേ, എള്ള് പ്രസാദം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. പിന്നെ എനിക്ക് ജിമ്മിൽ പോകാണ്ട്, അപ്പോൾ വേഗം അത് റെഡിയാകാൻ പോയി ഞാൻ. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് അവിടുത്തെ ഞങ്ങളുടെ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ കുറച്ച് വീഡിയോസാണ്. ഇത് അവിടെ അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു അമ്പലത്തിൽ. വാർഷികം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ പ്രതിഷ്ഠാദിനം, അതിൻ്റെയാണിത്. എന്താണ്ടോ അയ്യപ്പനെ ഒരുക്കിയിരിക്കുന്നതൊക്കെ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ, ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്തതാണ്. 4 മിനിറ്റെങ്കിലും വേണമല്ലോ വീഡിയോ, അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് കൊള്ളാവോ. ഭയങ്കര ആഘോഷമായിരുന്നു. ഇത് ഷോർട്സിൻ്റെ ആ ഒരു രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഞങ്ങൾ അയ്യപ്പനെ ഒരുക്കിയിരിക്കുന്നതുണ്ടോ. ഞങ്ങളെ ശാന്തി അയ്യപ്പനെ എല്ലാ ദിവസവും നല്ല മനോഹരമായിട്ടായിരുന്നു ഒരുക്കിയത്. ആ സമയത്തൊക്കെ കാണണമായിരുന്നു, നിറയെ ആളുകളായിരുന്നു, ഭയങ്കര ആഘോഷമായിരുന്നു. ഈ അമ്പലം ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയൊരു അമ്പലമായിരുന്നു. പിന്നെ ഞങ്ങളിവിടുത്തെ ബിജീഷണ്ണൻ ഒരു നല്ലൊരു വ്യക്തിയാണ്. പുള്ളിയുടെ സഹായത്തോടെ ഈ അമ്പലം നല്ല വലുതായി. ഇപ്പം നല്ല അടിപൊളി അമ്പലമാണ്.